ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പഴയ തിരുവിതാംകൂർ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്താണ്. പത്മനാഭപുരം കോട്ട കാവൽ നിന്നിരുന്ന സൈനികരെ മേലാങ്കോട്ട് യക്ഷി രാത്രികാലങ്ങളിൽ ഉപദ്രവിക്കുമായിരുന്നത്രേ. കാവൽ നിൽക്കുന്ന സൈനികർ പിറ്റേ ദിവസം രാവിലെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് പതിവുമായിരുന്നു. ഒരിക്കൽ കാവൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഗണപതി ഭക്തനായ ഒരു സൈനികൻ വള്ളിയൂർ പുഴയിൽ കുളിക്കുന്നതിനിടെ പുഴയിൽ നിന്നും കാൽമുട്ടുമടക്കി ഇരിക്കുന്ന രൂപത്തിലുള്ള ചെറിയ ഗണപതി വിഗ്രഹം ലഭിക്കുകയും ആ വിഗ്രഹം കയ്യിൽ വെച്ചുകൊണ്ട് കാവൽ നിന്ന സൈനികരെ യക്ഷിക്ക് ഉപദ്രവിക്കാൻ സാധിച്ചില്ല എന്നുമാണ് ഐതിഹ്യം. യക്ഷിയിൽ നിന്നും ഭഗവാൻ തന്നെ രക്ഷിച്ചുവെന്ന് മനസ്സിലാക്കിയ സൈനികൻ മറ്റു സൈനികരുമായി ചേർന്ന് പത്മനാഭപുരത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് 1793 തിരുവിതാംകൂർ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ സൈന്യം വിഗ്രഹവും കൂടെ കൊണ്ടുവന്ന് ഇന്നത്തെ പഴവങ്ങാടിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ ഭരണം നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇന്ത്യൻ സൈന്യം നേരിട്ട് ഭരണം നടത്തുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്നത് വിഘ്നങ്ങൾ മാറാൻ തേങ്ങ ഉടയ്ക്കുക എന്നതാണ്. ദിവസവും ആയിരക്കണക്കിന് തേങ്ങയാണ് ഭക്തർ ഇവിടെ ഉടയ്ക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ഗണപതി ഭഗവാനെ കൂടാതെ ദുർഗാദേവി, വേട്ടയ്ക്കൊരു മകൻ, ധർമ്മശാസ്താവ്, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ പ്രധാന ഗണപതി വിഗ്രഹത്തിന് ചുറ്റുമായി ഗണപതിയുടെ 32 ഭാവങ്ങൾ ശില്പങ്ങളായി കൊത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 4:30 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8:30 വരെയുമാണ്. പിന്നെ വിശേഷ ദിവസങ്ങളിലും മണ്ഡലകാലത്തും ദർശന സമയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ കിഴക്കേ കോട്ടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് നിങ്ങൾ ട്രെയിൻ മാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം ഓട്ടോയിലോ അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം നടന്നോ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇനി നിങ്ങൾ ബസ് മാർഗമാണ് തിരുവനന്തപുരത്ത് വരുന്നതെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ ഏത് ഭാഗത്തു നിന്നും കിഴക്കേ കോട്ടയിലേക്ക് വരുന്ന സിറ്റി ബസ്സിൽ കയറിയാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇനി നിങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിമാനമാർഗമാണ് വരുന്നതെങ്കിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.